കഴിഞ്ഞ സായാഹ്നം ഓർമ്മകളിലെ അവിസ്മരണീയ നിമിഷങ്ങളാക്കിയ സ്രഷ്ടാവിന് സർവസ്തുതിയും. എത്രയോ രാപ്പകലുകളുടെ പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും പ്രവർത്തനത്തിലും നിറഞ്ഞുനിന്ന പ്രൊഫ്കോൺ 2019 പ്രൗഢമായ സമാരംഭമായിരിക്കുന്നു. ചരിത്രം പറയാനല്ല, സൃഷ്ടിക്കാനാണ് ഈ ഒരുമിച്ചുകൂടൽ. അറിവിനൊപ്പം തിരിച്ചറിവ് ലഭിക്കുന്ന ഒരു സമൂഹത്തിന് അത് സാധിക്കും. വിസ്ഡം കൂട്ടായ്മകൾ വിവിധ പദ്ധതികളിലൂടെ ലക്ഷ്യമാക്കുന്നതും ഇതുതന്നെ. പ്രൊഫ്കോൺ എന്ന കടത്തുതോണി അണയേണ്ട തീരവും അതുതന്നെ. 23ാമത് പ്രൊഫ്കോണിൻ്റെ ആദരണീയനായ ഉദ്ഘാടകൻ ഡൽഹി ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി ഡീൻ പ്രൊഫസർ ഫർഹാൻ ജലീസ് അഹമ്മദ് പ്രൗഢമായ മുസ്ലിം ചരിത്രത്തിൻ്റെ നല്ല ഓർമ്മകൾ പങ്കുവച്ചു. ഡോക്ടർ പി നസീഫ് അധ്യക്ഷ ഭാഷണം നടത്തി. മുഖ്യപ്രഭാഷണം നടത്തിയ MP അബ്ദുസമദ് സമദാനി യുക്തിപത്രമായ സമീപന രീതികളുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണിത്. വിദ്യാർത്ഥികളിലും യുവാക്കളിലും മാത്രമല്ല, സമൂഹത്തിൽ തന്നെ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. വിസ്ഡം പ്രസ്ഥാനം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് വളരെ ശുഭോദർക്കമാണ്, ശ്ലാഘനീയമാണ്, സ്തുത്യർഹമാണ്. വിസ്ഡം കൂട്ടായ്മകളുടെ പ്രതിനിധികളായി പ്രഗത്ഭവാഗ്മികൾ സംസാരിച്ചു. അസ്തമയ സൂര്യൻ ശോണിമ പരത്തിയ ചക്രവാളച്ചെരുവിൽ പ്രൊഫ്കോൺ നഗരി കൂടുതൽ മനോഹരമായി. മാതൃഭൂമിയുടെ മനോഹര ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ച ഇന്ത്യ ആൻഡ് ദ മൈനോറിറ്റി ക്വസ്റ്റ്യൻസ് സെഷന്റെ ആമുഖഭാഷണം ഇർഫാൻ സൊലാഹി നിർവഹിച്ചു. സെഷനിൽ മുൻ MLAയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ V ശശികുമാർ, രാജീവ് ഗാന്ധി സ്റ്റഡി സർക്കിളിൻ്റെ സ്റ്റേറ്റ് ഇൻചാർജ് അനൂപ് VR, അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കിലോമീറ്ററുകൾ യാത്ര ചെയ്തെത്തിയ നൂറുകണക്കിന് വിദ്യാർത്ഥിനികളുടെ ഹൃദയത്തിന് കുളിര് പകർന്ന നിമിഷങ്ങളായിരുന്നു അബ്ദുള്ള ഷമീർ മദീനിയുടെ ഖുർആൻ പാരായണം. حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها. കാത്തിരിക്കാം അറിവിൻ്റെ നന്മയുടെ അടുത്ത 2 ദിനങ്ങൾക്കായി. ألم يأتكم رسل منكم يتلون عليكم آيات ربكم